കേസ് മത്സരത്തിൽ ഞാൻ അവനെ തറ പറ്റി. തലപ്പന്തുകളിലും ചീട്ടുകളിലും തോറ്റപ്പോഴും നീ ഇത് തന്നെ പറഞ്ഞത്. Several months later, മഹാഗഡ്ബന്ധൻ ഒരു മഹാനാണക്കേടിലേക്ക് പതിക്കുന്ന കാഴ്ചയാണ് ബീഹാറിൽ നിന്ന് കാണുന്നത്. രാഹുൽ ഗാന്ധി അത്യധ്വാനം നടത്തിയിരുന്നു ബീഹാറിൽ. രാഹുൽ ഗാന്ധി വോട്ടറധികാർ യാത്ര നടത്തി ഇളക്കി മറിച്ചിരുന്നു ബീഹാറിനെ. ഇതിപ്പോ എന്തിനാണോ ഈ ഭാരതയാത്ര? വിഘടിച്ചു നിൽക്കുന്ന നാനാജാതി മതസ്ഥരെയും ഒന്നിച്ചൊരു കൊടിക്കയിൽ കൊണ്ടുവന്ന് ഭാരതത്തിന്റെ ഐക്യം ഊട്ടി ഉറപ്പിക്കാൻ. പക്ഷേ യാതൊരു തരത്തിലുള്ള ഫലവും ഉണ്ടായിട്ടില്ല. അത് ഇത്ര കഷ്ടമായി പോയിട്ടോ, എത്ര വിഷമം ഉണ്ടാവില്ലേ? സ്വന്തം കോട്ടകൾ പോലും കൈവിടുന്ന അവസ്ഥയിലേക്ക് RJD രാഷ്ട്രീയമായ പ്രസക്തി തന്നെ ചോദ്യം ചെയ്യപ്പെടുന്ന നിലയിലേക്ക് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ഈ ജീവിതം എനിക്ക് മതിയായി. പോട്ടട സുന്ദരേശ, നിന്നെപ്പോലെ വിഷമം എനിക്കുണ്ട്. ഇത് ഇന്ത്യൻ രാഷ്ട്രീയത്തിന് നൽകുന്ന സൂചന എന്താണ് എന്നുള്ളതാണ് ബീഹാർ മുന്നോട്ട് വയ്ക്കുന്ന പ്രസക്തമായ ചോദ്യം. BJP ജയിക്കുമ്പോൾ ആദ്യം എന്താ പറഞ്ഞിരുന്നത്? BJP ജയിച്ചപ്പോൾ വോട്ടിംഗ് മെഷീനെ കുറിച്ച് പറഞ്ഞു. ബാഡ് വർക്കേഴ്സ് ബ്ലെയിം देयर ടൂൾസ്. എന്താ? വോട്ടിംഗ് മെഷീനിൽ എവിടെ കുത്തിയാലും താമര വരുന്നു, ഭയങ്കര പ്രശ്നം. സ്വന്തം കഴിവുകേട് മറയ്ക്കാൻ ഉപകരണങ്ങളിൽ പരിചാരിക. അത് കഴിഞ്ഞ് കോൺഗ്രസ് ജയിച്ചപ്പോൾ ആ വോട്ടിംഗ് മെഷീൻ മാറ്റിവെച്ചു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺഗ്രസ് ജയിക്കുകയാണ്. അപ്പോൾ പിന്നെ കർണാടകയിലും മറ്റു പല സ്ഥലത്തും കോൺഗ്രസ് ജയിച്ചപ്പോൾ ആ ആരോപണം മാറി. അത് വിസിറ്റേഴ്സിനുള്ളതാ, വീട്ടുകാർക്ക് അത് വേണ്ട. കാരണന്മാർക്ക് അടുപ്പിലും തൂറാം. അത് കഴിഞ്ഞപ്പോൾ അടുത്ത ആരോപണം വന്നു. ഈ ഇലക്ഷൻ സമയത്ത് 5 മണിക്ക് ശേഷം ആളുകളെ കൊണ്ടുപോയി കുത്തി നിറച്ച് മഹാരാഷ്ട്രയിൽ ഒരു വലിയ വിവാദമുണ്ടാക്കി അവിടെ BJPയെ ജയിപ്പിച്ചു. എന്തൊരു മണ്ടൻ കഥ അയാൾ പറഞ്ഞത്. ഈ ഫൂളിഷ് ലൈസ് ഒക്കെ എല്ലാവരും വിശ്വസിക്കുന്നു വിചാരിച്ചിട്ടാ. പക്ഷേ വസ്തുനിഷ്ഠമായ വിശകലനം സുപ്രീം കോടതി നടത്തി അത് തള്ളിക്കളഞ്ഞു. എനിക്ക് വട്ടാണെന്ന് കരുതിയല്ലേ ആരും എന്നെ വിശ്വസിക്കാത്ത. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആരോപണം കൊണ്ടുവന്നയാൾ തന്നെ അത് നിഷേധിച്ചു. നമുക്ക് പിന്നെ നിയമപരമായി തന്നെ ഒതുക്കാം. തന്റെ കാര്യം ഞാൻ ഏറ്റു. ഇപ്പോഴും ഇവിടെ ചില ആളുകൾ പറയുന്നുണ്ടെങ്കിലും അപ്പം BJP ജയിക്കുന്ന സമയത്ത് ഇത്തരത്തിലെ ആരോപണങ്ങൾ ഇപ്പൊ വോട്ട് ചോരി ആരോപണമാണ്. അങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് നമുക്ക് പ്രതികൂലമായി ഭവിച്ചത്. അതാണ് പ്രശ്നം. നമുക്കെല്ലാവർക്കും അറിയാമല്ലോ, യാഥാർത്ഥ്യം അറിയാമല്ലോ. ഇപ്പോൾ കേരളത്തിലെ സുരേഷ് ഗോപിയുടെ വിജയമാണെങ്കിലും ആരുടെ വിജയമാണെങ്കിലും വോട്ട് ചോരി കൊണ്ടൊന്നും ഒരിക്കലും വിജയം ഉണ്ടാക്കാൻ കഴിയില്ല. അതൊക്കെ നാട്ടുകാർക്ക് അറിയാവുന്ന കാര്യമല്ല അല്ലേ? ഹരിയാനയിലെ വോട്ട് ചോരി വിവാദത്തിൽ ഇവിടുത്തെ ചില മാധ്യമ പ്രവർത്തകർ, ഏഷ്യാനെറ്റ് പോയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, ചില മാധ്യമ പ്രവർത്തകർ കൃത്യമായി അന്വേഷണം നടത്തി പോയപ്പോൾ 66 വോട്ടുള്ള വീട്ടുകാർ നിരന്നിരുന്ന് ഞങ്ങളുടെയാണ് വോട്ടെന്ന് പറഞ്ഞത്. ആ മണ്ഡലത്തിൽ ജയിച്ചത് കോൺഗ്രസ്സുകാരാണ്. അങ്ങനെയാണെങ്കിൽ 66ഉം കോൺഗ്രസിനായിരിക്കണം കുത്തിയത്. എന്റെ കർത്താവേ, കുതിരയ്ക്ക് വെച്ച കഴുതയ്ക്കും ഉണ്ടാകും. ഒരു ലോജിക്ക് ഇല്ലാത്ത ആരോപണമല്ലേ? ഇത്രേ ഉള്ളൂ ഞങ്ങളുടെ ബുദ്ധി. ആ 66 പേര് വോട്ട് ചെയ്ത മണ്ഡലത്തിൽ ജയിച്ചത് കോൺഗ്രസ് ആണെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അപ്പോൾ ഈ 66ഉം കോൺഗ്രസ്സുകാർക്ക് വോട്ട് ചെയ്യണമല്ലോ. വെളുക്കാൻ തേച്ചത് പാണ്ടായി എന്ന് പറഞ്ഞ പോലെയായി. പിന്നെ ഏതോ ബ്രസീലിയൻ നടിയുടെ പേര് പറഞ്ഞു. ശരിയാണ്, അവരുടെ ഫോട്ടോ വന്നിട്ടുണ്ട്, ഞാൻ നിഷേധിക്കുന്നില്ല. അപ്പോ ഈ 10-85 കോടി ജനങ്ങളുടെ വോട്ടർ പട്ടികയിലെ ശുദ്ധീകരണത്തിന്റെ ആവശ്യകതയുണ്ട്. സംഭവിക്കാം. ശരിയായ രീതിയിൽ അത് ആക്കേണ്ടതുണ്ട്. അത് തീർച്ചയായിട്ടും ഞാൻ അതിനൊന്നും നിഷേധിക്കുന്നില്ല. പക്ഷെ ഞാൻ പറഞ്ഞു വന്നത് ബാലിശമായിട്ടുള്ള ഇത്തരം ആരോപണങ്ങൾ ഒരു ഭാഗത്ത് ഉന്നയിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷനെയൊക്കെ കുറ്റം പറഞ്ഞുകൊണ്ട് നടക്കാൻ പറ്റും. മാധ്യമങ്ങൾ നടത്തിയിട്ടുള്ള സർവേ, ആ സർവേയിൽ വോട്ട് ചോരിയുണ്ടോ? ഇല്ലല്ലോ. ആ സർവേയിൽ എല്ലാ സർവേയിലും BJP അല്ലേ വന്നത്. ഇത്രയും കാലം കൂടെ വന്നിട്ട് ഇപ്പം മറ്റടുത്ത വർത്തമാനം പറയാം. ഇപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, നല്ലത് ചെയ്യുന്നതിൻ്റെ കൂടെ ഇന്ത്യയിലെ ജനങ്ങൾ ഉണ്ടാവും. ഇപ്പോൾ അടിയന്തരാവസ്ഥ വന്ന സമയത്ത് ഇന്ത്യയിലെ മുഴുവൻ, ഈ കേരളം ഒഴിച്ച് ഇന്ത്യയിലെ മുഴുവൻ സ്ഥലത്തും മാറ്റം ഉണ്ടായില്ലേ അടിയന്തരാവസ്ഥയുടെ കാലഘട്ടത്തിൽ ശേഷം വന്ന തെരഞ്ഞെടുപ്പിൽ. അപ്പോൾ ജനങ്ങൾക്ക് നന്മ ചെയ്യുന്ന സർക്കാരുണ്ടെങ്കിൽ, ജനസേവനം നടത്തുന്ന സർക്കാരിൻ്റെ കൂടെ ആൾക്കാർ നിൽക്കും. ഞങ്ങൾ ജയിച്ചതേ ജനങ്ങൾക്ക് ഞങ്ങളെ വേണമെന്നുള്ളതുകൊണ്ട്. ബീഹാർ തെരഞ്ഞെടുപ്പിൻ്റെ ഫലത്തിൽ ഞാൻ ഒരു കാര്യം പ്രവചിക്കുകയാണ്. കോൺഗ്രസിൻ്റെ കാലം കഴിയാൻ പോവുകയാണ്. ഖത്തം, ബൈ ബൈ, ടാറ്റ. അഥവാ രാഹുൽ ഗാന്ധിയുടെ വിശ്വാസ്യതയും ഗാന്ധി പാരമ്പര്യവും എന്ന് പറഞ്ഞാൽ ആ പേരിൻ്റെ പാരമ്പര്യവും ഇന്ത്യയിൽ ഇല്ലാതാവാൻ പോകുന്ന തെരഞ്ഞെടുപ്പാണ് ബീഹാർ തെരഞ്ഞെടുപ്പ്. ഇന്ന് രാത്രിയോടെ വാലിബൻ സമാപിച്ചിരിക്കുന്നു. നാളെ മുതൽ വാലിബന്റെ സമാധി ആചരിക്കുന്നതായിരിക്കും. സമാധാനമായല്ലോ. കഥം